മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളത്. ഈ ഒരു സമയത്തുള്ള ഈ വ്യക്തിയുടെ ഫീലിങ്സ് എന്താണ്, നിങ്ങളോടുള്ള ആ ഒരു കാഴ്ചപ്പാട് എന്താണ്, അവരുടെ ഫീലിങ്സ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം. കറണ്ട് ഫീലിങ്സ് ആൻഡ് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. എന്താണ് ഈ റീഡിങ്ങിൽ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. കറണ്ട് ഫീലിങ്സ്, സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, യെസ്, തീർച്ചയായിട്ടും ഈ വ്യക്തി എന്തോ ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ ഫേസ് ചെയ്യുന്ന ചില പ്രശ്നങ്ങളായിരിക്കാം. അവർ ചിലപ്പോൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ അവർ പ്ലാൻ ചെയ്യുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കാതെ പോയി, അല്ലെങ്കിൽ പാസ്റ്റിൽ അവരൊരുപാട് ട്രോമയിലൂടെ കടന്നു വന്നൊരു വ്യക്തിയാണ്. അവരുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിട്ടിരുന്നൊരു വ്യക്തിയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളെ കണ്ടുമുട്ടുന്നുണ്ട്. ആ ഒരു രീതിയിൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ്. പക്ഷേ ഈ ഒരു സമയത്ത് അവർ എത്രത്തോളം അവരുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിലും അവരൊന്നും പോലും നിങ്ങളോട് ഷെയർ ചെയ്യാണ്ട് തന്നെ നിങ്ങളെ ഇപ്പോഴും ആ ഒരു രീതിയിൽ തന്നെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിനൊരു അപ്രിസിയേഷൻ കിട്ടേണ്ടതായിട്ടുണ്ട്. ആ വ്യക്തിയുടെ മനോഭാവം വളരെ മനോഹരമാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ബ്ലോസമിങ് അബൻഡൻസ് എന്നുള്ളത്. എന്താണോ നിങ്ങളിപ്പോൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം, അല്ലെങ്കിൽ എന്ത് കാര്യം അറിയാനാണോ നിങ്ങൾ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും എന്നുള്ളൊരു പോസിബിലിറ്റിയാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇൻറ്റ്യൂഷണലി എന്താണോ ഫീൽ ചെയ്യുന്നത്, ആ ഒരു കാര്യം തന്നെ നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ദൈവാനുഗ്രഹം, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് ശക്തിയിലാണോ ആ ശക്തിയുടെ അനുഗ്രഹം കൊണ്ടിരിക്കുന്ന ഒരു സമയപരിധിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് സിമ്പിളായിട്ട് നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നിങ്ങളുടെ ലൈഫിൽ അത് സക്സസ് ആയിട്ട് വരും എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിന് ഒരു കറക്റ്റ് ബാലൻസ് കിട്ടുന്നൊരു സമയം കൂടിയാണിത്. ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ പലതിനോടും ഫൈറ്റ് ചെയ്യുന്നുണ്ട്, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്ന സമയമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ജീവിതത്തിൽ തന്നെ നിങ്ങൾ നേരിടുന്ന ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. മെയിൻലി നിങ്ങൾ സ്നേഹിച്ചൊരു വ്യക്തിയിൽ നിന്നുണ്ടായ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് താങ്ങാനാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളൊരു വ്യക്തി നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസിലേക്ക് പോയത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു മാറ്റം കാണുന്നുണ്ട്. യെസ്, എല്ലാ കാർഡ്സും പോസിറ്റീവ് എനർജീസാണ് തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഈ നിമിഷം തന്നെ മാനിഫെസ്റ്റ് ആകുന്നു എന്നുള്ളതാണ്. ഈ റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയിൽ നിന്നുള്ളൊരു കോൾ, അല്ലെങ്കിൽ ഒരു മെസ്സേജ്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയത്ത് തന്നെ അതിനൊരു പോസിറ്റീവ് സൈൻ യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. യെസ്, ഡോർ ടു വാല്യൂ, അതായത് നിങ്ങൾക്ക് മുന്നിൽ ഇത്രയും നാളും അടഞ്ഞിരുന്ന ഒരു വാതിൽ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നു. ആ ഒരു എനർജിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുന്നതായിട്ടുള്ള എനർജീസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ആൻഡ് ഈ വ്യക്തി നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതിൻ്റെ എനർജി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ വ്യക്തി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. ആൻഡ് നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് അതിനേക്കാളും മഹത്തരമായിട്ടുള്ളൊരു കാർഡ് തന്നെയാണ് കോണുകോപ്പിയ എന്നുള്ളത്. ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ തിരിച്ച് അവരുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ വലിയ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ, ഇപ്പോൾ നിങ്ങളൊരു ജോബിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒരു എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു
പഠനത്തിന് വേണ്ടി, ഉന്നത പഠനത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് പൂർണ്ണമായ സക്സസ് ആണ് വരാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഈ നിമിഷം എന്ന് പറയുന്നത് അത്രയും പ്രഷ്യസ് ആണ്. ആ ഒരു ടൈം ഈ ഒരു റീഡിങ് കേൾക്കാനായിട്ടുള്ള നിങ്ങൾക്ക് അവസരം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇത് വിധിയാണ്. ഈ റീഡിങ് ഈ ഒരു സമയത്ത് നിങ്ങൾ കേൾക്കേണ്ടത് എന്നുള്ളത് വിധിയാണ്. ഈ ഒരു കാർഡ് വന്നതുകൊണ്ട് മാത്രമാണ് ഞാനത് പറയുന്നത്. നിങ്ങൾ ഈ നിമിഷം ആഗ്രഹിച്ചോളൂ, ഈ നിമിഷം നിങ്ങൾ മനസ്സിൽ സന്തോഷത്തോടെ ആഗ്രഹിച്ചോളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് ലൈഫിൽ സക്സസ് ആയിട്ട് വരും. ഓക്കെ, ആൻഡ് യെസ്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ബ്ലെസ്സിങ്സ്, ഒരുപാട് ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, റിപ്പീറ്റായിട്ട് എല്ലാ കാർഡ്സും അത് തന്നെയാണ് കാണിക്കുന്നത്. എനിക്കിനി പറയാൻ വേർഡ്സുകളില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രണയവുമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത്രയും പൂർണ്ണമായിട്ടുള്ളൊരു സക്സസ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് മേൽ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച മാറ്റങ്ങൾ നിങ്ങളിൽ വരാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് യെസ്, ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഇതുവരെയും ഷെയർ ചെയ്തിട്ടില്ലായിരുന്ന ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വോയിസ് കേൾക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് നമുക്കിവിടെ പറയാൻ കഴിയും. വളരെ സ്ട്രോങ് ആയിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിലുള്ളൊരു ബോണ്ടിങ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ആൻഡ് യെസ്, തീർച്ചയായിട്ടും അതിനുള്ള എല്ലാവിധ യൂണിവേഴ്സൽ എനർജീസും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആ ബ്ലെസ്സിങ്സ് ആയിട്ട് തന്നെ എനർജീസ് നിങ്ങളിലേക്ക് വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്, നമ്മൾ പറയുന്നൊരു ഇപ്പോൾ കണ്ടൻറ്റിൽ നമ്മളൊരു ടോപ്പിക്ക് പറയുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചല്ല ചിലപ്പോൾ റീഡിങ്ങിൽ വരുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കാം. ഈ നിമിഷം നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഈ റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളിത് കേൾക്കാനിടയായിട്ടുണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് മനസ്സിലാക്കുക. ഈ നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നിലേക്ക് വളരെ സക്സസ് ആയിട്ട് വന്നതിന് നന്ദി 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 എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.